നമുക്ക് ഹൃദയത്തിൻ്റെ രോഗങ്ങളെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ധമനി രോഗങ്ങളുണ്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് മുതലായ രോഗങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ ഉള്ള ഏറ്റവും പ്രയോജനപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റി നമുക്ക് സ്റ്റെൻറ്റ് ചികിത്സ ചെയ്യാം. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇത് കൂടാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റീസ്, നമുക്ക് കാൽസ്യം കൊണ്ട് കട്ടിപ്പിടിച്ചിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി, റോട്ടാബ്ലേഷൻ അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി, ഇങ്ങനെയുള്ള ആധുനിക സങ്കേതങ്ങളും നമുക്കുണ്ട്. പിന്നെ കൂടാതെ ഒരു ബ്ലോക്കിന് നമുക്ക് അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതാണോ വേണ്ടയോ എന്ന് അറിയാനുള്ള FFR എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ബ്ലോക്കുകൾക്കും ആൻജിയോപ്ലാസ്റ്റി ആവശ്യമില്ല, ആവശ്യമുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള. പിന്നെ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇമേജിങ്, അതായത് കൊറോണറി ധമനികൾക്കുള്ളിൽ കൂടെ ക്യാമറകൾ കിടത്തിയിട്ട് അതിൻ്റെ ഒരു ത്രിമാന ചിത്രം നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ട് സ്റ്റെൻറ്റ് കറക്റ്റായിട്ടാണോ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എക്സ്പാൻഷൻ കറക്റ്റാണോ, അതിനകത്ത് എന്തെങ്കിലും വേറെ ബ്ലഡ് ക്ലോട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഇൻട്രാവാസ്കുലർ ഇമേജിങ്, OCT എന്ന് പറയും, ഓപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രഫി, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് മുതലായ സങ്കേതങ്ങളും നമ്മുടെ ശ്രീചിത്രയിൽ ലഭ്യമാണ്. വാൽവിൻ്റെ രോഗങ്ങളാണ് അടുത്തത്. ശ്രീചിത്രയിലെ നമ്മുടെ ബലൂൺ മൈട്രൽ വാൽവോട്ടമി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതായത് മൈട്രൽ വാൽവ് ചുരുങ്ങുന്ന, ഇടതുവശത്തുള്ള പ്രധാന വാൽവായ മൈട്രൽ വാൽവ് ചുരുങ്ങുന്ന രോഗികൾക്കുള്ള ചികിത്സ ബലൂൺ മൈട്രൽ വാൽവോട്ടമി. അതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള രോഗികളിൽ മൈട്രൽ വാൽവ് തുറക്കുന്ന ഒരു ബലൂൺ ശസ്ത്രക്രിയ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെന്റർ 120ഓളം ഗർഭിണികളിൽ ഈ ഒരു ചികിത്സ ചെയ്ത് നമ്മൾ ആ ഗർഭിണികളെ ആ ഒരു അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത കാലത്തായിട്ട് അയോട്ടിക് വാൽവ് കാൽസ്യം കൊണ്ട് കട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് അത് റീപ്ലേസ് ചെയ്യാനുള്ള, പണ്ട് ഓപ്പറേഷൻ മുഖാന്തരമാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ തന്നെ കാലിലേക്കുള്ള രക്തക്കുഴലുകൾ വഴി ആർട്ടിഫിഷ്യൽ വാൽവ് കടത്തി ടാവി അല്ലെങ്കിൽ ടാവർ എന്ന് പറഞ്ഞ പ്രൊസീജിയർ വഴി ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ മൈട്രൽ വാൽവ് പണ്ട് ഓപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ലീക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ലീക്ക് തടയാൻ വേണ്ടിയിട്ട് മൈട്ര ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു സങ്കേതമുണ്ട്. 2 ചെറിയ ക്ലിപ്പുകൾ ആ വാൽവിൻ്റെ ഇതളുകൾക്കുള്ളിൽ ഘടിപ്പിച്ചാൽ ആ ലീക്ക് കുറഞ്ഞു വരും. ആ പ്രൊസീജിയറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും വാൽവ്. പിന്നെ കുട്ടികളുള്ള ഹൃദയ കതീറ്റർ പ്രൊസീജിയേഴ്സ് ആയാലും ശസ്ത്രക്രിയയിലായാലും രാജ്യത്ത് തന്നെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടേത്. കൂടാതെ ഈ ഹൃദയ ഇടിപ്പ് രോഗങ്ങളുണ്ട്, അതായത് താള വ്യതിയാനങ്ങൾ, കുറഞ്ഞ ഹൃദയമിടിപ്പ് കുറഞ്ഞു പോയാൽ പേസ് മേക്കർ മുതലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ കൂടുതൽ ഇടിപ്പുണ്ടാകുന്ന ടക്കിക്കാർഡിയ മുതലുള്ള അവസ്ഥയിൽ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ക്രയോ അബ്ലേഷൻ മുതലായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഹൃദ്രോഗത്തിൻ്റെ ഏത് അവസ്ഥയിലും നമുക്ക് ഏത് തരത്തിലുള്ള ഹൃദ്രോഗമാണെങ്കിലും നമുക്ക് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗാഡ്ജറ്റ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. പിന്നെ കൂടാതെ ശസ്ത്രക്രിയ സംബന്ധമാണെന്നുണ്ടെങ്കിൽ അയോട്ടിക് ശസ്ത്രക്രിയകൾ, വാൽവ് ശസ്ത്രക്രിയകൾ, കുട്ടികളുടേതായിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് മുതൽ 18 വയസ്സാകുന്നത് വരെയുള്ള എല്ലാ തരത്തിലുള്ള കുട്ടികളുടെ ശസ്ത്രക്രിയകളും ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഉണ്ട്. ലോകത്തുള്ള ഏത് ആശുപത്രികളോടും കിടപിടിക്കത്തക്ക സംവിധാനങ്ങൾ നമുക്കുണ്ട്.